കേരളത്തിലെ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ മാറ്റണമെന്ന ജനവികാരത്തെ വിമർശിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനൻ ടി.വി നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് ഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദൻ. ശത്രുരാജ്യത്തിന്റെ പേരാണോ പ്രശ്നമെന്നും പാകിസ്ഥാൻ പേരിലുള്ള കേരളത്തിലെ സ്ഥലപ്പേരുകൾ മാറ്റേണ്ട ആവശ്യമില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ചോദ്യം ചോദിച്ച ജനൻ ടി.വി പ്രതിനിധിയോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. എന്ത് നോക്കുമ്പോൾ അതിനകത്തൊരു വർഗീയത ഉണ്ടാവും. എന്തിനാ പിന്നെ അതിന് മലയാളം ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്? സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ. ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉച്ചിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ. അതല്ല, അതൊക്കെ എത്രയോ വർഷക്കാലം കഴിഞ്ഞു പോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് തകർത്തതുപോലെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട. അത് കേരളത്തിൽ നടക്കുകയും ചെയ്യില്ല. ആളെ ചൈനയിൽ പാകിസ്ഥാനിൽ പേരുണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല. പിന്നെ എന്തിനാണ് ചോദ്യം എന്ന്? ആവശ്യമില്ലാതെ ചോദിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ. ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പേര് മാറ്റാതിരിക്കാൻ വേറൊരു ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ്. ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഉപകരണം എന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണ്, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ. ഈ ചോദ്യം ഡൽഹിയിൽ എം.വി. ഗോവിന്ദനോട് ചോദിച്ച ഗൗതം അനന്തനാരാണ്, ജനപ്രതിനിധി കൂടി ചേരുകയാണ്. ഗൗതം, ഈ ചോദ്യം കേൾക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഏറെ അസ്വസ്ഥനാവുകയാണ്. പാകിസ്ഥാൻ്റെ പേരുകൾ ഉള്ളതിൽ എന്താണ് കുഴപ്പം? അത് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ? ഗൗതം അനന്തനാരാണ്. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ജനൻ ടി വി. ഈ വാർത്ത കൃത്യമായി കാണുന്ന, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന, ഈ പാകിസ്ഥാൻ സ്ഥലനാമങ്ങൾ കേരളത്തിൽ നിരവധി ജില്ലകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കൃത്യമായി എം.വി. ഗോവിന്ദൻ പൊട്ടിത്തെറിക്കുകയാണ്. ജനൻ ടി വിയുടെ ചോദ്യത്തോട് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്തിനാണ്? ആ സ്ഥലനാമം മാറ്റുന്നത് എന്തിനാണ്? പാകിസ്ഥാൻ്റെ പേരുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുന്നത് എന്ന് ജനൻ ടി വിയോട് വളരെ അസ്വസ്ഥനായി എം.വി. ഗോവിന്ദൻ ചോദിക്കുന്നു. ഈ ചോദ്യം ഉന്നയിച്ച ഗൗതം അനന്തനാരാണ്. ഗൗതം, എം.വി. ഗോവിന്ദൻ വളരെ അസ്വസ്ഥനാണ്. പാകിസ്ഥാൻ്റെ പേരിലുള്ള നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിലുണ്ട്. ഈ വാർത്ത ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്നത് ജനൻ ടി വിയാണ്. എം.വി. ഗോവിന്ദൻ ഏറെ അസ്വസ്ഥനായി കാണപ്പെട്ടല്ലോ. ഗൗതം, വിനോദേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാൻ പേരുകൾ വേണ്ട എന്ന് നടത്തുന്ന പ്രചരണം, ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരം പേരുകൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നുള്ളതാണ്. അതിപ്പോൾ ജിന്നയുടെ പേരിലാണെങ്കിലും അതല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പേരിലാണെങ്കിലും കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലോ നഗരങ്ങളിലോ അത്തരം പേരുകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ മാറ്റേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളിൽ നമുക്കറിയാം പാലക്കാടും അതുപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ അത്തരം റോഡുകൾക്ക് ഈ രാഷ്ട്രവിഭജനത്തിന് പോലും കാരണക്കാരായ ആളുകളുടെ പേരുകൾ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശത്രു രാഷ്ട്രമായ ഭാരതത്തിന് പലപ്പോഴും തലവേദനകൾ സൃഷ്ടിക്കുന്ന ഈ നാടിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തുടർച്ചയായി
നിഴൽ യുദ്ധം നടത്തുന്ന ഭീകരപ്രവർത്തകരെ ഇവിടേക്ക് കയറ്റി അയക്കുന്ന ഒരു രാജ്യം. ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ പേരുകൾ ഗ്രാമങ്ങൾക്കോ റോഡുകൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങളെപ്പറ്റി അന്വേഷണം തന്നെ നടത്തേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് ജനം ടിവിക്ക് ഉള്ളത്. മാത്രമല്ല, ഈ രാജ്യത്ത് പഹൽഗാം പോലെ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം സ്ഥലങ്ങളുണ്ട് എന്നും അത്തരം നാമങ്ങൾ പുനർനാമകരണം ചെയ്യണം എന്ന വികാരത്തോടു കൂടിയാണ് ജനങ്ങളുടെ ഉൾപ്പെടെ പ്രതികരണം എടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതിന് വലിയ തോതിലുള്ള പിന്തുണയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. എന്നാൽ ഭരിക്കുന്ന പാർട്ടിയുടെ, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നു. ജിന്നയുടെ പേരിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പേരിലോ സ്ഥലനാമങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. അത്തരം പേരുകൾ അങ്ങനെ തന്നെ ഉണ്ടാകണം, അത്തരം പേരുകൾ തുടരേണ്ടതുണ്ട് എന്ന അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. വിനോദ്, അപ്പോൾ എം വി ഗോവിന്ദൻ ഇത് പറയുമ്പോൾ ഗൗതം അനന്തനാരായണൻ, എന്തായാലും പാകിസ്ഥാൻ്റെ പേരിലുള്ള നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിലുണ്ട്. അത് ജനവികാരമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല അതിൻ്റെ പിന്നിലുള്ള വികാരം എന്ന് പറയുന്നത് രാഷ്ട്രസ്നേഹം തന്നെയാണ്. ശത്രുരാജ്യത്തിൻ്റെ പേരുകൾ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങൾക്കും ഉണ്ട്. അത് മാറ്റണമെന്നുള്ള ആ ജനവികാരം എന്തായാലും തൽക്കാലം അംഗീകരിക്കില്ല. അങ്ങനെ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ നയവും അത് തന്നെ ആയിരിക്കുമല്ലോ. പാർട്ടി സെക്രട്ടറി അത് പറയുന്നുണ്ട് എങ്കിൽ സ്ഥലനാമങ്ങൾ മാറ്റേണ്ട എന്ന നിലപാടിൽ തന്നെ ആയിരിക്കുമല്ലോ സംസ്ഥാനത്തെ CPM ഭരണകൂടവും. ഗൗതം, വിനോദ്, അത് തന്നെയായിരിക്കും. കാരണം തീവ്ര മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് CPM വർഷങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനമുണ്ട്. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുകയാണ്. അതിനാൽ സ്വാഭാവികമായും ഈ പാകിസ്ഥാൻ്റെ പേരുകൾ നീക്കം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിലൂടെ തീവ്ര മുസ്ലിം വോട്ടുകൾ ഒരിക്കൽ കൂടി ആകർഷിക്കാനാണ് MV ഗോവിന്ദനും CPMൻ്റെ നേതാക്കളും ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, ഈ കേരളത്തിലെ സ്ഥലങ്ങൾക്ക് ഈ നാമങ്ങൾ ഇട്ടിരിക്കുന്നത്, ഈ ശത്രു രാഷ്ട്രത്തിൻ്റെ പേരുകൾ ഇട്ടിരിക്കുന്നത് തീർച്ചയായും തീവ്ര മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ തീവ്ര മുസ്ലിം വർഗീയവാദികളോ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം പേരുകൾ ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയും പിന്നീട് അതൊരു സ്ഥലനാമമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു കാലത്ത് സിമി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, അവരുടെ പൂർവ്വരൂപമായിട്ടുള്ള NDF, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അത്തരം സംഘടനകൾക്കൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ കവല എന്ന പേരുകളൊക്കെ ഉള്ളൂ. അല്ലാതെ ദേശസ്നേഹമുള്ള ദേശീയ ബോധമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പേരുകൾ ഇടാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കത്തില്ല. അപ്പോൾ ഇത്തരം തീവ്ര മുസ്ലിം സംഘടനകൾക്ക് സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ അവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പിടിമുറുക്കാൻ കഴിയുന്ന പശ്ചാത്തലമുള്ള കാലഘട്ടങ്ങളിലാണ് അവർ ഇത്തരം പേരുകൾ ഓരോ സ്ഥലങ്ങളിൽ ഇട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തീർച്ചയായും ഇപ്പോഴത്തെ ഒരു ദേശീയ വികാരം ആളിക്കത്തുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പേരുകൾ മാറ്റണമെന്ന് പറയുമ്പോൾ അത് വേണ്ട. ജിന്നയുടെ പേരിലുള്ള നാമവും ജിന്നയുടെ പേരിലുള്ള റോഡുകളും പാകിസ്ഥാൻ്റെ പേരിലുള്ള കവലകളും പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുമൊക്കെ ആ പേരിൽ തന്നെ അറിയണം എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് തീവ്ര മുസ്ലിം വോട്ടുകളെ ആകർഷിക്കുക. തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി മുൻപ് CPM പലതവണ സഖ്യം ചേർന്ന കാര്യം നമുക്കറിയാം. കൊടും ഭീകരനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് സഖ്യം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്തിയത് മാത്രമല്ല, ആ അബ്ദുൽ നാസർ മദനിയുമായി ശംഖുമുഖത്തും അതുപോലെ തന്നെ പൊന്നാനിയിലും ഒക്കെ വേദി പങ്കിടാൻ പോലും ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ പിണറായി വിജയന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ കൂട്ടിവായിക്കണം. കേരള നിയമസഭയാണ് 140 MLA-മാർ, LDFിൻ്റെയും UDFിൻ്റെയും 140 MLA-മാർ കൊടും ഭീകരനായ അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ നിന്നും പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി ഒപ്പുവെച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ തീവ്ര മുസ്ലിം വോട്ടുകൾ ഈ രണ്ട് കക്ഷികളും കേരളത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. അത്തരം വോട്ടുകൾ തങ്ങളുടെ കയ്യിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് MV ഗോവിന്ദനും CPM-ഉം നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ പേരിലുള്ള സ്ഥലനാമങ്ങൾ മാറ്റണമെന്ന ജനം TVയുടെ ക്യാമ്പയിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്ന ഈ സംഭവം. വിനോദ്, തീർച്ചയായും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാട് CPM തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ സ്ഥലനാമങ്ങളുള്ള കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ തൽക്കാലം മാറ്റേണ്ടതില്ല, എന്തിനാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിൽ ചോദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.